പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് മുള്ളേരിയയിൽ 12-കാരന് ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ സംഭവത്തിൽ KSEBിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ. ട്രാൻസ്ഫോമർ അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചെന്നും പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, 12-കാരന് ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ KSEBിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ പോകുന്നത്. ട്രാൻസ്ഫോമർ അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിട്ട് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല എന്നുമൊക്കെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു അലംഭാവം ഉണ്ടായി എന്ന് തന്നെയല്ലേ ഈ ഒരു കുടുംബം ആരോപിക്കുന്നത്? അരുണിമ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം നടക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ ഈ കുട്ടി അബദ്ധത്തിൽ ഈ ട്രാൻസ്ഫോമറിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇവിടെ മതിയായ സുരക്ഷയില്ലാത്തതിനാൽ ഉടൻ തന്നെ ഷോക്ക് ഏൽക്കുകയായിരുന്നു. കാറെടുക്കാം മുള്ളേരിയ പുത്തപ്പലം സ്വദേശി മുസ്തഫയുടെ മകൻ ബിഷറുൽ ഷാഫിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കൈകാലുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. ജനവാസ സ്ഥലത്തെ ട്രാൻസ്ഫോമറിന് KSEB മതിയായ സുരക്ഷ ഒരുക്കുന്നില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം ഇപ്പോൾ ആരോപിക്കുന്നത്. 5 വർഷം മുമ്പ് ഈ ട്രാൻസ്ഫോമറിന് മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചില്ല. ഇതാണ് ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രത്യക്ഷമായൊരു സമരത്തിലേക്ക് നാട്ടുകാർ കടക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും പ്രതിഷേധം ഇരമ്പുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. KSEB ജീവനക്കാരുടെ ഒരു കെടുകാര്യസ്ഥതയിലാണ് കുട്ടിക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായി വേലികൾ കെട്ടിത്തിരിക്കേണ്ട ഒരു ട്രാൻസ്ഫോമർ അത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടിക്ക് ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. അരുണിമ. ജോസഫ്, ഈ ഒരു സംഭവത്തിൽ KSEBിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? KSEB ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലും ഇത്തരത്തിൽ ഇവർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അവർ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മതിയായ സുരക്ഷ മറ്റ് സംവിധാനങ്ങൾക്കും, അതായത് മറ്റ് ട്രാൻസ്ഫോമറുകൾക്കും വൈദ്യുതി പ്രവാഹമുള്ള ഇടങ്ങളിലും ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും അതനുസരിച്ചുള്ളൊരു നീക്കം KSEBിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും KSEB ഉദ്യോഗസ്ഥർക്ക് 5 വർഷം മുമ്പ് പരാതി നൽകിയതാണ്. പക്ഷെ ആ പരാതി ഗൗരവപൂർവ്വമായി പരിഗണിക്കുന്നതിൽ കാര്യമായ അലംഭാവം ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. കാസർഗോഡ് മുള്ളേരിയയിൽ 12-കാരന് ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ സംഭവത്തിൽ KSEBിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ നടപടിക്കൊരുങ്ങുകയാണ്. ട്രാൻസ്ഫോമർ അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചെന്നും പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റാണ്.